Assalamualaikum everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഇറ്റ്സ് ഫ്രൈഡേ. നമുക്ക് രണ്ടാൾക്കും ഇന്ന് എനിക്ക് മാത്രം ഓഫ്, തമ്മിക്ക് ഓഫല്ല. അപ്പോൾ ജുമ കഴിഞ്ഞിട്ട് വന്ന് ഫുഡെല്ലാം ആക്കി നമ്മൾ കുറച്ചും ടി വി എല്ലാം കണ്ട് ദെൻ വി ഗോട്ട് റെഡി. ആൻഡ് നമ്മളിപ്പോൾ സഹിയ ഉണ്ട് നമ്മളെ അടുത്ത് തന്നെ, നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് വരുന്ന സഹിയ സിറ്റി സെൻറ്റർ. സോ നമ്മൾ സഹിയ പോകാമെന്ന് പറഞ്ഞ് വി ഗോട്ട് റെഡി ആൻഡ് ഗോട്ട് ഔട്ട്. അപ്പോൾ നമ്മൾ പുറയുന്ന ഇറങ്ങിയിട്ട് ഇറ്റ്സ് നോട്ട് ഇവൻ ലൈക്ക് 5 minutes പോലും ആയിട്ടാ. സോ വി ആർ ഹിയർ നിയർ സഹിയ സിറ്റി സെൻറ്റർ. അപ്പം അത്ര അടുത്തായിട്ടാണ് വരുന്നത്. സോ ഞാനിപ്പോൾ എനിക്ക് ഓഫ് ഉള്ളപ്പോഴും തമ്മിക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഐ ജസ്റ്റ് കീപ് കമ്മിങ് ഹിയർ ബിക്കോസ് എനിക്ക് വെറുതെ ഇങ്ങനെ മോളിൽ കയറുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരും. സോ ദാറ്റ്സ് സഹിയ സിറ്റി സെൻറ്റർ. ആക്ച്വലി ഇന്ന് നൈറ്റ് ഞാൻ ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം നാളെ തമ്മിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഡെക്കോറിൻ്റെ സാധനങ്ങളെല്ലാം ഇന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ തമ്മി എൻ്റെ ഒന്നിച്ച് തന്നെ ഉണ്ട്. എനിക്കറിയില്ല വാങ്ങാൻ പറ്റുമോ എല്ലാം എന്താവും എനിക്കറിയില്ല. ലെറ്റ്സ് സീ എന്തൊക്കെയാവും നോക്കാം. അപ്പോൾ നമ്മളവിടെ പോയാൽ തന്നെ അവിടെ ഒരു സ്ക്രീൻ ബോർഡ് ഉണ്ട്. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി, ഡയറക്ഷൻ അതിൽ കറക്റ്റായിട്ട് കാണിച്ചു തരും. ഇതെല്ലാ മോളിലും അവൈലബിൾ ആണ് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ബോർഡ്. നിങ്ങൾക്ക് ഏതാ ഷോപ്സ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഡയറക്ഷൻസ് കറക്റ്റായിട്ട് പറഞ്ഞുതരും. അപ്പോൾ ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കുറേ ഇങ്ങനെ കറങ്ങിയിട്ട് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് പാപ്പാറൂട്ടി റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ഹോട്ട് ചോക്ലേറ്റ് ആൻഡ് ഒരു ബൺ ഇവിടുത്തെ ഒരു ഫേമസ് ഐറ്റമാണ്. നിങ്ങൾ വന്നാൽ എന്തായാലും ട്രൈ ചെയ്യണം. കുറേ ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. നമ്മളിന്ന് ഓർഡർ ചെയ്തത് നെറ്റല്ല വിത്ത് ആൽമണ്ട് ഫ്ലേവർ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് എടുത്തിട്ട് നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്ത്, കാരണം അതൊരു സ്വീറ്റ് ഐറ്റം ആയതുകൊണ്ട് ഒന്ന് തന്നെ നമുക്ക് മതിയായിന്. പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ്. ഓക്കെ, തമ്മി ഇപ്പോൾ വാഷ്റൂം പോയി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി ഈ വ്ളോഗ് എടുക്കാനുള്ള റീസൺ നാളെ തമ്മിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ ഇതുവരെയും ഓർമ്മയില്ലാത്ത പോലെയാണ് ഞാൻ ഇപ്പോൾ ബിഹേവ് ആക്കുന്നുള്ളത്. തമ്മിയും ബർത്ത്ഡേൻ്റെ കുറിച്ചിട്ടൊന്നും ചോദിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും കുറേ ആയി. ഞാൻ വലിയൊരു സർപ്രൈസ് അങ്ങനെയെല്ലാം കൊടുത്തിട്ട്. സോ ഐ ഡോണ്ട് നോ ഇഫ് ഹി ഈസ് എക്സ്പെക്റ്റിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തമ്മി ഞാൻ 2 ഗിഫ്റ്റ് ഓൾറെഡി തമ്മിക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പുറയിലുണ്ട്. ഇന്ന് നൈറ്റ് എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട്, ഡെക്കറേഷനെല്ലാം ആക്കിയിട്ട്. സോ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് പോസിബിൾ ടു ബൈ ദ ഡെക്കോർ തിങ്സ്. നോക്കാം. ഇവിടെ മൊമോസും അങ്ങനത്തെ എല്ലാം പറഞ്ഞിട്ട് നല്ല ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് കൈനെങ്കിൽ ഡെക്കോർ ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ട് നൈറ്റ് എന്നൊരു ചെറിയൊരു സെറ്റപ്പ് ആക്കാം. ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ ഓക്കെ ബൈ. തമ്മി ഇപ്പോൾ വരും. അങ്ങനെ നമ്മൾ മോളിൽ തന്നെ 2-3 ഷോപ്പിൽ കയറി. കാരണം തമ്മിക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഡ്രസ്സ് നോക്കുന്നുണ്ടായിന്. അപ്പോൾ ഐ വാസ് സോ ഹാപ്പി ബിക്കോസ് ഞാൻ ഡ്രസ്സ് ഓൾറെഡി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ടൈമൊന്നും കിട്ടിയിട്ടാ. ആൻഡ് നാളെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട്. ഞാനൊരു റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് നാളേക്ക് വേണ്ടിയിട്ട്, ഒരു ലഞ്ച് ഡേറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് ഒരു തീംഡ് റെസ്റ്റോറൻറ്റാണ്, ഒരു ബ്ലൂ തീമിൽ വരുന്നത്. അപ്പോൾ ബ്ലൂ ഡ്രസ്സ് ഇങ്ങനെ പുതിയതായിട്ടൊന്നും തമ്മിൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാനൊരു ബ്ലൂ ഡ്രസ്സ് വാങ്ങണമെന്ന് വിചാരിച്ചാൽ അതേപോലെ നമുക്ക് അവിടുന്ന് സാറാന്ന് ബ്ലൂ ഡ്രസ്സ് കിട്ടി. ഐ വാസ് സോ ഹാപ്പി. കാരണം ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചത് തമ്മി എന്നെ ഇൻട്രസ്റ്റോടെ വാങ്ങുന്നുണ്ട്. സോ തമ്മിനോട് ഞാൻ ഇതുവരും പറഞ്ഞിട്ടില്ല ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തതൊന്നും. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഡ്രസ്സെല്ലാം ഷോപ്പ് ചെയ്തിട്ട് സെൽഫ് ചെക്ക് ഔട്ടാണ് ചെയ്തത്. നമ്മൾ ജസ്റ്റ് അവിടെ ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ മതി. ടോട്ടൽ എമൗണ്ട് ടു ബി പെയ്ഡ് എന്ന് പറഞ്ഞ് വരും. ജസ്റ്റ് കാർഡൊന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് വന്നിന്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ തമ്മിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു ചെറിയ പൊരക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനം വാങ്ങാണ്ട് അവിടെ ഗിഫ്റ്റ് സെൻറ്ററിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞത് കുറച്ച് ഡെക്കോർ ഐറ്റം വാങ്ങാനുണ്ട്. പക്ഷേ യൂഷ്വലി എപ്പോഴും തമ്മി വരാറില്ല, കാറിൽ തന്നെ ഇരിക്കും. ഈ ടൈം തമ്മി എൻ്റെ ഒന്ന് ചെന്ന വന്നിന്. ഐ ഫെൽ സോ ബാഡ്. കാരണം ഞാൻ ജസ്റ്റ് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ടിരുന്നത്. ബട്ട് തമ്മി എൻ്റെ ഒന്ന് ചെന്ന വന്നതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ഒന്നും വാങ്ങാൻ പറ്റില്ല. സോ സാഡ്ലി ഞാൻ അവിടെ നിന്ന് പുറത്ത് വന്ന് ഒന്നും വാങ്ങിയിട്ടാ. ഹലോ. അപ്പോൾ ഓക്കെ, ഗിഫ്റ്റ്സ് എങ്ങനെയും പാക്ക് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പുറത്ത് ഡെക്കോർ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗിഫ്റ്റ് സെൻറ്ററിൽ പോയാൽ പക്ഷേ ഒന്നും മേങ്ങാൻ കഴിഞ്ഞിട്ട്. കാരണം തമ്മി എൻ്റെ ഒന്നിച്ചെന്നെ ഉണ്ടായിന്. അപ്പോൾ എന്നിട്ട് എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഓൾറെഡി ഇനിയിപ്പോൾ നൈറ്റായി, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കസിനെ വിളിച്ച് സായച്ചാൻ അമ്ര വന്നിട്ടുണ്ട്. അപ്പോൾ സായച്ചാനോട് ഞാൻ പറഞ്ഞു തമ്മീനും കൊണ്ട് പുറത്ത് പോകാൻ, എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും വാങ്ങാൻ. അപ്പോൾ ഒരു പുറത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാനും അമ്രം കൂടിയിട്ട് ഗിഫ്റ്റ്സ് പാക്ക് ചെയ്ത്. സോ ഇപ്പോൾ നമ്മൾ ഓൾറെഡി 11:30 ആയി. ജസ്റ്റ് ഹാഫ് ആൻ അവറേ ഉള്ളൂ. അപ്പോൾ പുറത്ത് പോയിട്ട് ഡെക്കോ സാധനം എടുത്തിട്ട് പോരാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ.
ഡെക്കോറിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് സോ വി ആർ ഗോയിങ് ബാക്ക് ടു ഹോം ഇൻഷാല്ല. അപ്പോൾ ഇത്രത്തോളം തമ്മി എത്തിയിട്ടാണ് പുറക്ക്. സോ ഐ ഹോപ്പ് ഇറ്റ് ഗോസ് വെൽ ഇൻഷാല്ല. അപ്പോൾ നമ്മൾ പുറക്ക് പോയിട്ട് ഫുള്ള് ഡെക്കോറെല്ലാം റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ലെറ്റ്സ്. അങ്ങനെ പുറക്കെത്തിയ ഉടനെ നമ്മളെല്ലാം ഡെക്കോർ ചെയ്യാൻ സ്റ്റാർട്ടായിട്ടുണ്ടായിനെ. അപ്പോൾ കുറേയൊന്നുമില്ല, ഞാൻ കുറേ എന്തെല്ലോ ഡെക്കോർ ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിനെ. പക്ഷേ ആ സാധനമൊന്നും കിട്ടിയിട്ട് നമുക്ക് ടൈമും ഇല്ല. അതുകൊണ്ട് ഉള്ള സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ആക്ച്വലി തമ്മി എൻട്രി ആവുന്ന ടൈമിൽ ഞാൻ നല്ലൊരു ബർത്ത്ഡേ മ്യൂസിക്കെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ടി വിയിൽ. അപ്പോൾ നല്ലൊരു വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ വെരി ഫൺ ഫിൽഡ് മൊമെൻറ്റ്. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ആ റോ വീഡിയോ അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. തമ്മിനെക്കാട്ടും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഈ ഒരു സർപ്രൈസ് തമ്മി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ളത് ആ ഒരു ഗിഫ്റ്റാണ്. എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് വാങ്ങിയൊരു ഗിഫ്റ്റാണത്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഈ ഒരു മൊമെൻറ്റ് ഐ വാസ് ഹാവിങ് എ ലോട്ട് ഓഫ് ഫൺ. കാരണം കുറേ നാളായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നതാണ് ഈ ഒരു ഗിഫ്റ്റ് തമ്മി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നതിൽ തമ്മിന് കാട്ടും ഇൻട്രസ്റ്റോടെ ഞാനായിരുന്നു ആ ഒരു മൊമെൻറ്റിന് വെയിറ്റ് ആയിക്കൊണ്ടായിരുന്നത്. സോ അങ്ങനെ ഞാൻ തമ്മീനെ അത്ര ഈസിയിലൊന്നും ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ കളിപ്പിച്ചിട്ടാണ് ഫൈനലി അത് തമ്മി ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ഷൂവിന് വേണ്ടിയിട്ടാണ് ഇത്ര ഞാനും കുറേ ഹൈപ്പ് ഇട്ടതെന്ന്. പക്ഷേ ഈ ഒരു ഷൂവിൻ്റെ മേലൊരു ഇമോഷൻ ഉണ്ട്. തമ്മിനെ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ടോം എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ നാളായി നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. രണ്ടോട്ട് നമ്മൾ ഷോപ്പിൽ പോയി. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷൂ ആണിത്. അപ്പോൾ എപ്പോഴും നമ്മൾ പോയിട്ട് ട്രയലാക്കി നോക്കും. പിന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം വാങ്ങാൻ പറഞ്ഞിരിക്കും. അപ്പോൾ തമ്മി ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ട് ഇത് ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്നു. 2 ഷൂ ഉണ്ടായിരുന്നു, ഒരു ഫോർമൽ ഷൂ, ഒരു കാഷ്വൽസ്. അപ്പോൾ രണ്ടും തമ്മിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു സർപ്രൈസ് പോസിബിളി അല്ലായിരുന്നു സാച്ച നമ്പർ വന്നില്ലായിരുന്നെങ്കിൽ. അപ്പോൾ എ ബിഗ് താങ്ക്സ് ടു ദം. അങ്ങനെ നെക്സ്റ്റ് ഡേക്ക് ഞാനൊരു റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലഞ്ച് ഡേറ്റിന് വേണ്ടിയിട്ട്. അതൊരു തീംഡ് റെസ്റ്റോറൻറ്റ് ആയിരുന്നു, ബ്ലൂ ആൻഡ് വൈറ്റ് തീമിൽ വരുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതിന് മാച്ച് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് നമ്മൾ രണ്ടാളും വെയർ ചെയ്തത്. നല്ലൊരു ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ് ആയിരുന്നു അറ്റ് മോട്ടോർ സിറ്റി ദുബായ്. നല്ലൊരു വ്യൂ ഉള്ളൊരു റെസ്റ്റോറൻറ്റ് ആണ്. ആൻഡ് ദ ആംബിയൻസ്, ദ ഫുഡ്, എവറിത്തിങ് വാസ് സോ ഗുഡ്. കുറച്ച് ഫാൻസി ആയിട്ട് കാണുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഫുഡ് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് രണ്ടാൾക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബർത്ത്ഡേൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. സോ ഇൻഷാല്ല വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. until then, bye bye.